രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഒരു വാർത്ത. അതായത് റദ്ദാക്കിയിട്ടില്ല, ഞങ്ങൾ മാപ്പ് കൊടുക്കില്ല എന്ന് സഹോദരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ചോരയ്ക്ക് ചോര തന്നെയാണ് എന്നുള്ളത്, ഞങ്ങളെ ഒരു മത പണ്ഡിതന്മാർ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുടുംബം പറയുന്നു. ഇപ്പൊ സഹോദരന് കുടുംബമാണ്, പക്ഷെ അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന കുടുംബം പറയുന്നു. അവരുമായി സംസാരിച്ച അവരുടെ വക്താവ് പറയുന്നത് മാപ്പ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്നുള്ളതാണ്. ഇതിൽ ആരുടെ ഇടപെടലാണ്? കേന്ദ്ര സർക്കാരിന്റെ ആണോ മതപണ്ഡിതന്മാരുടെ ഇടപെടലാണോ? എന്താണ് നമ്മൾ ഇതിനെ വായിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഇതിൽ ഇടപെട്ട നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് ഒരു മതത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഒരു ഇടപെടേണ്ട ഒരു തൻ്റെ കടമ നിർവഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ആരുടെയും പലരും ക്രെഡിറ്റ് അവകാശപ്പെട്ട് വരുന്നുണ്ട്. തനിക്ക് ഇതിൽ ക്രെഡിറ്റിൻ്റെ ഒരു ആവശ്യമില്ല. തനിക്ക് ചെയ്യാവുന്ന ഒരു മനുഷ്യത്വപരമായ ഒരു കടമ നിർവഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മത നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള ആ ഇടപെടൽ പോലും നിഷേധിക്കുകയാണ് ഈ തലാലിൻ്റെ സഹോദരൻ. അയാളുടെ പേര് അബ്ദുൽ ഫത്താഹ് മെഹ്ദി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഒരു ഇടപെടലും അനുവദിക്കില്ല, നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അടുത്ത തീയതി ഉടൻ നിശ്ചയിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ നിമിഷപ്രിയയുടെ കേസിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് രക്തബന്ധമുള്ള ആൾക്കാരാണ്. അതായത് യമനിലെ ശരീഅത്ത് നിയമപ്രകാരം ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ അതിൽ ആ കുറ്റം ആരോപിക്കപ്പെട്ടയാൾക്ക് മാപ്പ് കൊടുക്കേണ്ടത് അവിടെ കൊല്ലപ്പെട്ടയാളുടെ നേരെ രക്തബന്ധമുള്ളതാണ്. രക്തബന്ധം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, മക്കൾ. ഇതിൽ ഈ കൊല്ലപ്പെട്ട ഈ തലാലിൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്, മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവരുടെയാണ് അന്തിമ തീരുമാനം വരേണ്ടത്. ഇതിൽ സഹോദരന് കാര്യമായ റോളില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. നമുക്ക് അവിടുത്തെ വാസ്തവം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വാർത്തകൾ, അതായത് ഈ മാതാപിതാക്കളെയും മക്കളും ഈ വധശിക്ഷയ്ക്ക് പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിമിഷപ്രിയയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ നേരിട്ട് പോയി കാണുകയാണ് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി. തലാൽ എന്നിട്ട് പറയുന്നു, ജൂലൈ 16-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ വിധിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നടപ്പാക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടപ്പാക്കുന്നില്ല. നടപ്പാക്കാതിരിക്കാൻ ചില മതസംഘടനകളുടെ ഇടപെടൽ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചില ഇടപെടലൊക്കെ നടന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. കാരണം എൻ്റെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് എനിക്കതിനുള്ള ഒരു തൃപ്തി കിട്ടണമെങ്കിൽ പകരം ചോര തന്നെ വേണം. കാരണം മറ്റൊരു രാജ്യത്ത് തൊഴിലെടുക്കാനായി വന്ന ഒരു സ്ത്രീ തൻ്റെ സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല പല കഷ്ണങ്ങളായി പീസാക്കിയ ശേഷം ഒരു ടാങ്കിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു. യമൻ പോലെയുള്ള മത ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെ കടുത്ത ശിക്ഷ കിട്ടണം. അതായത് നിമിഷപ്രിയ തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന എ പി സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് പറയുന്നു, ഞാൻ ഇടപെട്ടതോടുകൂടിയാണ് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടത്. എന്നാൽ ഭാരത സർക്കാർ ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിൽ പറയുന്നു, മറ്റേതെങ്കിലും മതസംഘടനകളുടെ നേതൃത്വത്തിലുള്ളവരോ മറ്റേതെങ്കിലും വ്യക്തികളോ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു രേഖ പോലുമില്ല എന്ന് പറഞ്ഞാൽ യമനീസ് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകിയ മറുപടിയിൽ ഇത്തരത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതായിട്ട് പറയുന്നില്ല. എന്തിന്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായ രൺദീപ് ജയ്സ്വാൾ ആണെന്ന് തോന്നുന്നു അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പേര് പോലും പറയുന്നില്ല. അതായത് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേര് പോലും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പേര് പറയാതിരിക്കാൻ തന്നെ ഗവൺമെൻറ് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കാന്തപുരം നിലപാട് മാറ്റിയിട്ട് പറയുന്നു, എൻ്റെ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ എൻ്റെ നിലപാടിന് ക്രെഡിറ്റ് ഒന്നും ലഭിക്കേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ശരിയായിരിക്കാം. ഒരു മത നേതാവ് എന്ന നിലയിൽ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യമൻ എന്ന് പറയുന്ന ഭീകരവാദികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യം. ഈ രാജ്യത്ത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് പറഞ്ഞാൽ അവർ കേൾക്കുമെങ്കിൽ ആ ഭീകര സംഘടനകളുമായിട്ട് കാന്തപുരത്തിന് എന്താ ബന്ധം? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഇതിനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ എ പി സുന്നി വിഭാഗത്തിലുള്ള ആൾക്കാർ കാന്തപുരത്തെ പിന്തുണച്ച് വരികയും ഈ മുസ്ലിം സമുദായത്തിലൊരു സ്പ്ലിറ്റ്, ഭിന്നത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അക്കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുന്നു. കാരണം BJP ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ മുതലെടുക്കുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതിനകത്തേക്ക് തീവ്രമായിട്ട് ഇൻവോൾവ് ചെയ്യാത്തത്. പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം, നിമിഷപ്രിയ പുറത്തു വരുമോ അതോ നിമിഷപ്രിയെ തൂക്കി
തൂക്കിക്കൊല്ലാനുള്ള തീരുമാനം അന്ന് മരവിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഉപേക്ഷിച്ചില്ല. ഇവിടെ ബ്ലഡ് മണി എന്ന നിലയിൽ പണം കൊടുക്കാൻ തയ്യാറാണെങ്കിലും ഞങ്ങൾക്കത് വേണ്ട. കാരണം തലാലിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് ഈ പണം ആവശ്യമില്ല. ഞങ്ങളുടെ കുട്ടിയെ കൊന്നതിന് ഞങ്ങൾക്ക് പകരം ആ ബ്ലഡാണ് വേണ്ടത്. ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വലിയ ട്വിസ്റ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നിനു പിറകെ ഒന്നായി. ഇപ്പൊ തലാൽ ആക്ഷൻ കൗൺസിൽ അവരാണ് രംഗത്തെത്തുന്നത്. ഈ തലാലിന്റെ പേരിൽ അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ തലാലിന്റെ സഹോദരൻ ഇല്ല. അപ്പൊ അവർ പറയുന്നത് ഈ പിന്നെ വധശിക്ഷ നടത്തണം എന്ന് പറഞ്ഞ വാദം അവര് തള്ളിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ തലാലിന്റെ സഹോദരൻ പറയുന്നതല്ല കാര്യം, ഞങ്ങൾ കൃത്യമായി കാര്യം പറയാം. അതിന്റെ വക്താവ് ഈ തലാൽ നാഷണൽ കൗൺസിൽ, അതായത് ആക്ഷൻ കൗൺസിൽ, അതിന്റെ വക്താവ് തന്നെ ഇപ്പൊ നേരിട്ട് വന്ന് കൃത്യമായ വിവരങ്ങൾ പറയുന്നുണ്ട്. ഫത്താഖ് പുറത്ത് വിടാനുള്ള അധികാരം തലാലിന്റെ സഹോദരനില്ല. പിന്നെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയില്ല എന്ന വാദം അവർ തള്ളുകയാണ്. അപ്പോ ഇവിടെ കുടുംബത്തിനകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്ത് ഈ ദിയാതന, ഇനിയിപ്പം മരണപ്പെട്ടയാൾ മരിച്ചുപോയി, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പം കുടുംബാംഗങ്ങൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും പണം വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകാൻ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം തയ്യാറാണ്. പക്ഷേ ഈ തലാലിന്റെ സഹോദരൻ എന്നാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഇയാൾ നിരന്തരം ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു, ഇത് എത്തേണ്ടവരിലേക്ക് എത്തുന്നു. ഇയാൾ സോളിസിറ്റർ ജനറലിനെ കണ്ടിട്ട് വധശിക്ഷയുടെ തീയതി നിശ്ചയിക്കണമെന്ന് പറയുന്നു. ഞങ്ങളെ ഒരു മതപണ്ഡിതരും കണ്ടിട്ടില്ല, ഞങ്ങളെ ഒരു മത ഉദ്യോഗസ്ഥരും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ മുന്നിലേക്ക് ആരും മധ്യസ്ഥ വഹിച്ചുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ കുടുംബത്തിൽ തന്നെ ഒരു രണ്ട് നിലപാട് വരുന്നു എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ചോരപ്പണം സംബന്ധിച്ച് അവർ തമ്മിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടോ എന്നൊരു സംശയം ബലപ്പെടുകയാണ്. അതായത് ഈ തലാലിൻ്റെ സഹോദരൻ ഒരു വിലപേശൽ തന്ത്രമാണ് സ്വീകരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം അവരുടെ മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ ഇല്ലാത്ത അമിത താല്പര്യം തലാലിൻ്റെ സഹോദരൻ ഉണ്ടാകണമെങ്കിൽ അതിൽ കൃത്യമായ ഗൂഢോദ്ദേശം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെ, സാമ്പത്തികം എപ്പോഴും വലിയ പ്രശ്നമല്ലേ, അത് കുടുംബങ്ങൾക്കിടയിൽ. ഇപ്പൊ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ അച്ഛനും അമ്മയും മക്കളും, അതാണ് തലാലിന്റെ ഡയറക്റ്റ് ബന്ധം എന്ന് പറയുന്നത് അല്ലെ. ഈ സഹോദരൻ എന്ന് പറയുന്നത് രക്തബന്ധം തന്നെയാണെങ്കിലും അവിടുത്തെ നിയമം അനുസരിച്ച് അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഈ പൈസയുടെ കാര്യം വരുമ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ്. അതുപോലെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. അതായത് ഇത്ര കോടി എനിക്ക് വേണം, എന്നാലേ ഞാൻ ഇതിന് സമ്മതിക്കൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നിപ്പോ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് യമൻ ഭാഷയിലായിരിക്കും പറയുന്നത്. പറഞ്ഞുകൊണ്ട് അല്ല, സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ഇടപെടില്ല. കാരണം ഇപ്പൊ മലയാളത്തിൽ വരുന്ന വാർത്തകൾ അല്ലെ ഇന്ത്യയിലെ പത്രങ്ങൾ വരുന്ന വാർത്തകളൊക്കെ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തലാല് പറയുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരുന്നു. 24 ന്യൂസിൻ്റെ ഒരു പോസ്റ്ററാണ് അയാൾ ഷെയർ ചെയ്തത്. അത്തരം ഷെയർ ചെയ്തിട്ടാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരു മാപ്പും കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ കുടുംബം ഈ നിമിഷപ്രിയോട് ക്ഷമിച്ചിട്ടില്ല, എന്നിട്ടും എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ ചമയ്ക്കുന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടു. കാരണം ഇല്ലാത്ത ഒരു കാര്യത്തിൽ അനാവശ്യമായ വാർത്തകൾ സൃഷ്ടിച്ചാൽ നമുക്ക് മുമ്പിലുള്ള അവസാനത്തെ വഴിയും അടഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് ഇന്ത്യൻ ഭരണകൂടം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഈ കാന്തപുരം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണകൂടം കൃത്യമായി ഇടപെട്ടാൽ ഇതിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും, കുറേ ചേഞ്ചസ് ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രാജ്യം എന്ന നിലയിൽ ഇടപെടാവുന്നതിൻ്റെ പരമാവധി രീതിയിൽ ഇടപെട്ടു. പക്ഷേ ഈ യമൻ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത് കുറച്ച് ഭാഗം കുറേ തീവ്രവാദികളുടെ കയ്യിൽ, കുറച്ച് ഭാഗം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കയ്യിൽ, കുറച്ച് ഭാഗം ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുടെ കയ്യിൽ. അപ്പോൾ ആര് പറയുന്ന ആൾ കേൾക്കുന്ന അറിയത്തില്ല. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇന്ന് ഇന്ത്യ പറഞ്ഞിട്ട് യമൻ ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ഒരാളെ വിട്ടു തന്നാൽ നാളെ യമൻ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ഭീകരവാദിയെ വിട്ടുതരണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് പാകിസ്ഥാൻ മുമ്പ് ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു സംശയം. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് വമ്പൻ ട്വിസ്റ്റുകൾ അരങ്ങേറുന്നു എന്നല്ലേ നമുക്ക് തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയ യമനിൽ നിന്ന് മോചിതയാക്കിയിട്ട് ഇന്ത്യൻ ജയിലിൽ അടയ്ക്കാൻ കഴിയുമോ? അങ്ങനെ പറ്റില്ല, മോചിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ല, ഇപ്പോഴും ഈ വധശിക്ഷ റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമേ വാർത്തകൾ വരുന്നുള്ളൂ. നിമിഷപ്രിയ അവിടെ തന്നെ ജയിലിൽ കഴിയുവേണ്ടി വരുമോ അതിനെക്കുറിച്ച് നമുക്ക് സ്ഥിരീകരണം ഇല്ല. അല്ല, നിമിഷപ്രിയ വെറുതെ വിടുമെന്നൊരു വാർത്തയും ഇല്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജീവപര്യന്തം തടവ് കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളഞ്ഞൂടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.